NSS ജനറൽ സെക്രട്ടറിക്കെതിരായ പടയൊരുക്കം തുടരുന്നതിനിടെ NSS യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്ക് പെരുന്നയിലെ NSS ആസ്ഥാനത്ത് വെച്ചാണ് യോഗം ചേരുന്നത്. യോഗത്തിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ വിമർശനമുയരാൻ സാധ്യതയുണ്ട്. അഖിൽ കെയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഖിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് യോഗം ചേരുമ്പോൾ അതിൽ ഈ നിലപാടുമാറ്റത്തിൽ സുകുമാരൻ നായരുടെ നിലപാടുമാറ്റമൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചയാവില്ലേ? കീർത്തന റോഷ്നി, തീർച്ചയായും അത് ചർച്ചയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിനോടകം തന്നെ പല കരയോഗങ്ങളും വ്യാപക വിമർശനവുമായി തന്നെ ജനറൽ സെക്രട്ടറിക്ക് വലിയ രീതിയിൽ വിമർശനം രംഗത്തെത്തുന്നു. പലയിടങ്ങളിലും ഇതിനോടകം തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ഈ 300 പ്രതിനിധികൾ, അതായത് ഇത്തരത്തിൽ പല കരയോഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധി അംഗങ്ങളായിട്ടുള്ള 300ഓളം പേർ പങ്കെടുക്കുന്ന ഒരു വിപുലമായ യോഗമാണ് സംഘടിപ്പിക്കുന്നത്. വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കുന്ന യോഗമാണ്. അത് നേരത്തെ തന്നെ ഇത് തയ്യാറാക്കിയ വരവ് ചിലവ് കണക്കുകളാണ് അത് യോഗത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് യോഗത്തിന് അനുമതി ലഭിക്കുമ്പോഴാണ് അത് അതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് നടക്കുക. അത്തരത്തിലുള്ള യോഗമാണ് നടക്കുക. പക്ഷേ അത് ഈ ഒരു സാഹചര്യത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും പല കരയോഗങ്ങളിൽ നിന്നുള്ള പ്രതികളും അല്ലെങ്കിൽ ഈ 300 പ്രതികൾ ഉൾപ്പെടുന്ന പലരും ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കാൻ കരുതുന്നവരായിരിക്കും. പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ പരസ്യം ഉന്നയിക്കാൻ കഴിയാത്ത ആളുകൾ ഒരുപക്ഷെ യോഗത്തിൽ ഉന്നയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുമായി ഒക്കെ തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. പക്ഷേ അതിനുള്ള ഒരു വേദി, അതിനുള്ള അവസരം യോഗത്തിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ നൽകപ്പെടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കരയോഗം മുൻ തയ്യാറാക്കിയ വരവ് ചില കണക്കാണ്. അപ്പോൾ ആ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനുള്ളൊരു അവസരം അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരുപക്ഷെ അത്തരത്തിൽ അതിനുള്ള മറ്റെന്തെങ്കിലും ടാക്ടിക്സ് ജനറൽ സെക്രട്ടറി കണ്ടെത്തിയിട്ടുണ്ടോ, അതായത് ഈ ഒരു വരവ് ചില കണക്ക് അവതരിപ്പിച്ചോടെ തന്നെ യോഗം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരുപക്ഷെ യോഗം നടക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ കൃത്യമായ വ്യക്തത വരിക. കീർത്തന റോഷൻ. ശരി, അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.